നമസ്കാരം. സിദ്ധരാമയ്യയാണോ ഡി കെ ശിവകുമാറാണോ വലുത്? ആരാണ് പ്രമുഖൻ, ആരാണ് വലിയവൻ? വലിയ തർക്കം നടക്കുകയാണ്. വലിയ തർക്കം. കാര്യം മറ്റൊന്നുമല്ല, ഡി കെ ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കി. ഡി കെക്ക് ആദ്യം വലിയ താല്പര്യമായിരുന്നു, ഞങ്ങൾക്ക് ഡി കെക്ക് മുഖ്യമന്ത്രിയാകണം. ഏറ്റവും ഒടുവിൽ നറുക്ക് വീണത് ഹൈക്കമാൻഡ് പറഞ്ഞു സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയായി ഇരുന്നോട്ടെ, എന്നിട്ട് നിങ്ങൾ 2.5 വർഷം. അപ്പോൾ സിദ്ധരാമയ്യ പറഞ്ഞു 2.5 വർഷം കഴിയുമ്പോൾ ഞാൻ ഇറങ്ങിക്കൊടുക്കാം, അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഡി കെ ശിവകുമാറിന് വീണ്ടും മുഖ്യമന്ത്രിയാകാമല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡി കെക്കെതിരെ എല്ലാവരോടും തിരിഞ്ഞേക്കുകയാണ്. എവിടെ? കർണാടകയിലെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഡി കെക്ക് ഇപ്പോൾ തൽക്കാലം മുഖ്യമന്ത്രി ആയേ പറ്റൂ എന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ അവിടുത്തെ ജി പരമേശ്വര എന്ന് പറയുന്ന അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു, നടക്കുന്ന കാര്യമൊന്നുമല്ല, ഇതിലെല്ലാം തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാരുമല്ല, ഇതിനെല്ലാം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്, അല്ലാതെ ഡി കെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഡി കെ അനുകൂലിക്കുന്നവരും നമുക്കറിയാം. അവിടെ വലിയ തോതിൽ ഈ പറയുന്ന ദളിത് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് അവിടെ സ്നേഹവിരുന്ന് സംഘടിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതായത് ദളിതന്മാരെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു വലിയ വിഭാഗം ഡി കെക്കെതിരായി നയിക്കുന്നു, സിദ്ധരാമയ്യക്കെതിരായി ഒരു വലിയ വിഭാഗം മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ രീതിയിൽ അവിടെയും ഭിന്നിപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. വല്ലച്ചായാലും ഒക്കെ ഭരണം പിടിക്കും, ഭരണം പിടിച്ചിട്ട് വീണ്ടും അതിനകത്ത് തമ്മിൽ തല്ലി. ഇപ്പോൾ ഡി കെ ശിവകുമാർ അവിടുത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് വേണ്ട എന്ന് കോൺഗ്രസ്സിലെ ഒരു വലിയ വിഭാഗം പറയുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ സിദ്ധരാമയ്യ പറഞ്ഞു ഇനി നടക്കുന്ന കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരു വാക്കെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് സിദ്ധരാമയ്യയും പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ പറയുന്ന അവിടുത്തെ BJP സർക്കാരിനെ അധികാരത്തിൽ നിന്ന് ഇറക്കിയിട്ട് ഒടുവിൽ കോൺഗ്രസ് പാർട്ടി അവിടെ അധികാരം പിടിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു സൗത്ത് ഇന്ത്യയിൽ വീണ്ടും സൗത്ത് ഇന്ത്യക്കാരെല്ലാം രക്ഷപ്പെട്ടു. നോർത്തിലെ പോലെ അല്ല, സൗത്ത് ഇന്ത്യക്കാർക്ക് വിവരമുണ്ട്. അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിലുള്ളവരെല്ലാം BJP എന്ന് പറയുന്ന വർഗീയ സംഘടനയെ ഇനി ഈ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല എന്നെല്ലാവരും ചിന്തിച്ചു. നമുക്കറിയാം ഒരു ഘട്ടത്തിൽ അവിടുത്തെ MLA മാരെ എല്ലാവരും കൂടി റിസോർട്ടിൽ കൊണ്ട് താമസിപ്പിക്കേണ്ടി ഗതികേട് വന്നിട്ടുണ്ട് നമ്മുടെ KC വേണുഗോപാലിന്. അങ്ങനെ കോടിക്കണക്കിന് രൂപ ചാക്ക് കെട്ടുകളിലാക്കി ഈ പറയുന്ന MLA മാർക്ക് കൊടുക്കാൻ വേണ്ടി BJP-ക്കാർ അങ്ങ് വടക്ക് നിന്ന് തെക്കേ അറ്റം വരെ യാത്ര ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്നല്ല എന്താ ഇറങ്ങിപ്പോകുമെന്നുള്ള പേടി കാരണം ഈ MLA മാരെല്ലാം മറുകണ്ഠം ചാടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ പുറത്ത് ഒടുവിൽ ഈ KC വേണുഗോപാലിന് ഇവരെല്ലാം പൊക്കി ഒരു വണ്ടിക്കകത്തിട്ട് റിസോർട്ടിൽ കൊണ്ടുവന്ന് കിടത്തേണ്ടി വന്നു. അതാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ. അതാണ് കോൺഗ്രസ് പാർട്ടി കർണാടകയിൽ അനുഭവിച്ച ഏറ്റവും വലിയ ദുരിതം. അതിനുശേഷം ഇത്തവണ MLA മാരെ ആരെയും അങ്ങനെ റിസോർട്ടിൽ പാർപ്പിക്കേണ്ടി ഗതികേടിലേക്ക് തൽക്കാലം പാർട്ടി എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ അധികാരത്തിൽ വന്നപ്പോൾ ആരാണ് വലിയവൻ എന്നുള്ള തർക്കമോടെ ആരംഭിക്കുന്നു. സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിൽ തല്ലുന്നു. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. എവിടെയും കോൺഗ്രസ് പാർട്ടിയെ വലയ്ക്കുന്ന, കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന ഒരു വലിയ പ്രതിസന്ധി ഇത് തന്നെയാണ്. ഒരു വലിയ വിഭാഗം ഭരണത്തെ എതിർക്കുന്നു, ഒരു വലിയ വിഭാഗം അതിൻ്റെ നേതൃത്വത്തെ എതിർക്കുന്നു. അതായത് KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന അതിൻ്റെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഡി കെ ശിവകുമാർ മാറണമെന്നൊരു വലിയ വിഭാഗം പറയുന്നു. അയാളെ കൊണ്ട് പ്രയോജനമില്ല. അവിടെ അദ്ദേഹം ഈ പറയുന്ന പോലെ ആൾക്കാരെ പിരിച്ചു വിട്ടുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ലോക റെക്കോർഡിന് വേണ്ടി ശ്രമിക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ എതിരായി ഉയർത്തുന്നുണ്ട്. അദ്ദേഹം എന്തോ ഇവിടെ വലിയ കാര്യം സാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പലരെയും പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡി കെ ശിവകുമാർ മാറണം എന്നുള്ളതാണ്, അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ളതാണ് ഒരു വിഭാഗം ഉയർത്തുന്ന ആവശ്യം. സിദ്ധരാമയ്യെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് വേണം ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രിയായിരിക്കാൻ. അതും വലിയൊരു ആഗ്രഹമായി തുടരുകയാണ്. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളും അധികാര തർക്കങ്ങളും ഒക്കെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് കേരളത്തിലും ഒട്ടും ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ഇല്ലാതാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് അത് തന്നെയാണ്. എന്നിട്ടിപ്പം ഒടുവിൽ ഡി കെ ശിവകുമാറിന് പത്തി താഴ്ത്തേണ്ടി വന്നു. ഇനി ഒരു പോരിനില്ല. എനിക്ക് ഇനി മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട. കാര്യം എന്താ? എല്ലാവരും ഡി കെക്കെതിരായി. ഒടുവിൽ ഡി കെക്ക് തൻ്റെ തീരുമാനങ്ങളിൽ നിന്ന് പിൻവലിയേണ്ടി വന്നു. എനിക്കിനി വേണ്ട, എനിക്ക് അധികാരമേ വേണ്ട, പകരം സിദ്ധരാമയ്യ തുടരട്ടെ, ഹൈക്കമാൻഡ് എന്ത് പറയുന്നോ അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് സിദ്ധരാമയ്യ അങ്ങ് താഴെ വന്നു. ഇതാണ് കർണാടകയിലെ ഒരു ദാരുണമായ അവസ്ഥ.